അങ്ങനെ എൻ്റെ 69 ദിവസത്തെ ജയിൽവാസം തൊട്ട് ഇങ്ങേയറ്റം ഞാൻ ഭയങ്കര മ്ലേച്ഛയായ മോശമായ പെൺവാണിഫക്കാരിയായ മഹാകുഴപ്പക്കാരിയായ ഒരു സ്ത്രീയാണെന്ന് ജാമിദ എന്ന് പറയുന്ന സ്ത്രീ അങ്ങ് തെളിയിക്കുകയാണ് അവരുടെ വായ്ത്താരിയും വായ്ത്താളവും കൊണ്ട്. പല ചാനലുകാരും സപ്പോർട്ട് പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ഞാൻ ഇന്ന് വന്നത് മൊഴി കൊടുക്കാനാണ്. ഞാൻ തിരുവനന്തപുരത്തുണ്ട്, കോടതിയുടെ മുമ്പിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ സന്തോഷമുണ്ട്. ഒരുപാട് സപ്പോർട്ട് ഒത്തിരി പേരുടെ അടുത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. തുടർന്നും സപ്പോർട്ട് ചെയ്യണം. വണ്ടിക്കൂലിയെങ്കിലും തരണം കേട്ടോ. ആവേശ കമ്മിറ്റി എല്ലാവരും കൂടെ പറഞ്ഞ് എന്നെ കൊണ്ട് ഈ കേസൊക്കെ കൊടുപ്പിച്ചിട്ട് ഇപ്പോൾ ആവേശ കമ്മിറ്റിയെ കാണാനില്ല ഗൈസ്. ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് വെള്ളം വലിക്കുകയാണ്. ഏതായാലും കുഴപ്പമില്ല. കേസ് മൊഴി കൊടുത്തിട്ടുണ്ട്. ഇത് എന്നെ 2ാമത്തെ പ്രാവശ്യമാണ് വരുത്തിയത്. ഒത്തിരി ബുദ്ധിമുട്ടി നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാനൊക്കത്തില്ല. അമ്മാതിരി ഒന്നാമത് എൻ്റെ ഈ ഫിസിക്കൽ ചലഞ്ച് ഒരു ഇഷ്യൂ ആണ്. രാത്രി ഉറക്കമഴിച്ച് 9 മണിക്ക് ഇവിടെ ഹാജരാവണമെന്ന് പറയുന്നു. കോട്ടയത്ത് നിന്ന് ഞാൻ 9 മണിക്ക് ഇവിടെ എത്തണമെങ്കിൽ എത്ര മണിക്ക് കോട്ടയത്ത് നിന്ന് പുറപ്പെടണമെന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ അങ്ങനെ ഫാസ്റ്റായിട്ട് വന്നു. അങ്ങനെ ഞാൻ മൊഴി കൊടുത്തു. മൊഴിയൊക്കെ കൊടുത്ത് കുത്തടി കോമ ഒപ്പ് ഒക്കെ ഇട്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനവും സന്തോഷവും ആശ്വാസവും ഉണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, സമൂഹത്തിൽ നടക്കുന്ന അന്യായങ്ങൾ അനീതികൾക്കെതിരെ സംസാരിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതെൻ്റെ തൊഴിലല്ല, അതെൻ്റെ ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പം നമ്മൾ ഒരുപാട് രീതിയിലുള്ള പ്രശംസയ്ക്കോ അല്ലെങ്കിൽ ഒരു ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു ചാർട്ട് ഉണ്ടാക്കി തരുമോ, നീ ഭയങ്കര സംഭവം, അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ടല്ല. സൊസൈറ്റി നടക്കുന്ന മോശപ്പെട്ട കാര്യങ്ങൾക്കെതിരെ സംസാരിക്കുക എന്നുള്ളത് ഒരു പൗരൻ എന്ന നിലയിൽ നിങ്ങളുടെ അവകാശവും കടമയുമാണ്. അത് ഞാൻ ചെയ്തു എന്നതാണ് ഞാൻ ചെയ്ത കുറ്റം. അതിന് എൻ്റെ മക്കൾക്കും എനിക്കും കൊടുക്കേണ്ടി വന്ന വില അസാധ്യമായിരുന്നു. ചാരവനിതയെന്ന് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അവഹേളിക്കപ്പെടുകയും ഞാൻ പെൺവാണിഫക്കാരിയാവുകയും അയ്യോ എനിക്കറിയില്ല എന്തൊക്കെയാ സ്ത്രീ വിളിച്ചു പറഞ്ഞത്. എന്നെയും എൻ്റെ മകനെയും പ്രസവിച്ച മകൻ്റെ ഒപ്പം ചേർത്ത് പറയുക എന്ന് പറയുന്നതിൽ പരമൊരു അപമാനം വേറെയുണ്ടോ? അത്രത്തോളം ആധികാരികമായിട്ടിരുന്ന് തള്ളുകയാണ്. മക്കളുമായി ലിപ് സ്റ്റോക്ക് ചെയ്യുന്നു എന്ന്. അവനവൻ ചെയ്യുന്നതല്ലേ മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തളർത്താം എന്ന ധാരണയിലായിരിക്കും മാടം നമുക്കെതിരെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഇരുന്ന് തള്ളിയത്. ഒന്ന് ഓർത്തു നോക്കിയാണ്. ഞാനും മാധ്യമ ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ മാധ്യമ പ്രവർത്തനം എന്നത് ഒരു എത്തിക്സ് ഉള്ള ഒരു കാര്യമാണ്. നമ്പ്യാർ മലം TV എല്ലാം കൂടെ ചേർന്നിരുന്നിട്ട് ഷെഫീന ഇപ്പം അങ്ങ് തീർത്ത് കളയെന്നും പറഞ്ഞുകൊണ്ടിരുന്ന് വൃത്തികേട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെയും കൂടെ കക്ഷി ചേർത്തുകൊണ്ട് ഉള്ള ഒരു പരാതി തന്നെയാണ് ഞാൻ മുൻപോട്ട് നീക്കിയിട്ടുള്ളത്. FIR ഇട്ടിട്ടുണ്ടെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റം ചെയ്തു എന്ന് കണ്ടിട്ട് തന്നെയല്ലേ. തിരിച്ച് എനിക്കിട്ട് തരാൻ പറ്റാത്തത് എന്തെന്നാൽ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. വിത്ത് എവിഡൻസ് ആണ് പറഞ്ഞത്. ഇവരുടെ ഹസ്ബൻഡും അല്ല, പ്രസൻ്റ്ലി അയാൾ തന്നെയാണ് ഹസ്ബൻഡ്. ബാക്കിയൊക്കെ ഇപ്പോൾ ലിവിങ് ടുഗദറും ബാക്കിയൊക്കെയാണ്. ഇതൊക്കെ ആയിട്ട് പിന്നെ കോടതിയിലും കൊണ്ടുപോയൊരു ഇൻഡാസ് കൊടുത്തിട്ട് വെച്ചിരിക്കുകയാണ്. എന്താണെന്നറിയാമോ, ഞാൻ അവരെ എന്തോ അപമാനിച്ചു എന്ന്. അയ്യോ ഭയങ്കര അപമാനമാണ്. തൂങ്ങിച്ചാകാൻ പാടില്ലേ അപമാനം കൂടിപ്പോയെങ്കിൽ. ഒരു മതസമൂഹത്തിനെ ഇരുന്നു കൊണ്ട് അവഹേളിക്കുകയും വളരെ മോശപ്പെട്ട രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയുകയും ഒക്കെ ചെയ്ത ഈ സ്ത്രീക്കെതിരെ നിരന്തരം വീഡിയോ ഇടുകയായിരുന്നു എൻ്റെ ഒരു സ്ഥിര പരിപാടി. അതിനകത്ത് സംവരണത്തിനെ പറ്റി മോശം പറയുന്നുണ്ട്, ഇസ്ലാം കമ്മ്യൂണിറ്റിയിലെ ഫസഹിനെ പറ്റി, സ്ത്രീ സ്വാതന്ത്ര്യത്തിനെ പറ്റിയൊക്കെ ഭയങ്കര ആധികാരികതയോട് പറയുന്ന ഇവർക്ക് അതിലൊക്കെ തിരുത്തുണ്ടെന്നുള്ള രീതിയിലുള്ള വീഡിയോസാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇവരൊരു ടീച്ചറാണെന്ന് സ്വയം പ്രഖ്യാപിത ടീച്ചർ പറയുമ്പോൾ, അവർ പഠിച്ച സ്കൂള് കോളേജൊക്കെ അവർ പറയുമ്പോൾ ഞാൻ അതിൻ്റെ പിൻവഴിയിൽ സഞ്ചരിക്കുക എന്നുള്ളത് എൻ്റെ ബോധമാണ്. അല്ലെങ്കിൽ ഞാനൊരു ജേർണലിസ്റ്റാണ്. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അതിൻ്റെ നാൾ വഴി അറിയണം എന്നുള്ളതിൻ്റെ ആവശ്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു സമാധാനത്തിനെങ്കിലും ഞാൻ ചെയ്യണമല്ലോ. ആ അന്വേഷണങ്ങൾ ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ അറിയിക്കേണ്ട ഒരു ആവശ്യഘട്ടമുണ്ടെന്ന് തോന്നിയിട്ടാണ് ഞാൻ പൊതുസമൂഹത്തിലേക്ക് ആ കാര്യം അറിയിച്ചിട്ടുള്ളത്. ഇതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഒരാൾ ചെയ്ത കാര്യം, ഇപ്പം ഞാൻ ഒരു കാറ് വാങ്ങി, നിങ്ങളതെൻ്റെ അടുത്ത് നിങ്ങളൊരു കാറ് വാങ്ങിയെന്ന് പറയുന്ന കുറ്റമാണോ? അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഏകദേശം ഇവരെ കൂടെ ഉണ്ടായിരുന്ന കുറേ പേരുടെയൊക്കെ പേര് ഞാൻ അധികം പറയാതെയും, കാരണം കുടുംബമുള്ള മനുഷ്യരെയൊന്നും ഒരുപാട് ഉപദ്രവിക്കേണ്ട എന്നുള്ള ടൈമിൽ ഞാൻ കുറേ പേരുടെ പേരൊക്കെ ഒന്നും പറയാതെയൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു പരിഗണനയായിരുന്നല്ല. ഒരു സ്ത്രീ അങ്ങനെ അരങ്ങഴിഞ്ഞ് ജീവിക്കുന്നു, അതിന് കാരണദൂതിയായ അവർ അവിടെ സേഫായിരിക്കുമ്പോൾ ബാക്കിയുള്ളവർ ഉപയോഗിക്കപ്പെട്ട മനുഷ്യരും കൂടെ പ്രസ്ഥാനത്തേക്ക് വരണ്ട എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അവരുടെയൊന്നും പേര് വലിച്ചഴിച്ചില്ല എന്നുള്ളത് വാസ്തവമാണ്. ആകെ മൊത്തത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ കേസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഉള്ളത്. ആ വിവരം ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇത് 3ാം തവണയാണ് ഞാൻ ഇവിടെ വരുന്നത് മൊഴി കൊടുക്കാനായിട്ട്. കോട്ടയത്തു നിന്ന് ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾ ആ ദൂരം കണക്കിലാക്കി നോക്കുക. തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ
കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരിക. ഇവരെനിക്ക് തരുന്ന സമയമൊക്കെ ഭയങ്കര പ്രശ്നമാണ്. വെളുപ്പിനെ ഒരു 9 മണിയാണ് എനിക്കിവിടെ എത്തേണ്ടത്. അപ്പോൾ ഞാൻ രാത്രി ഫുള്ളിൽ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇന്നലെയും ഇത് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ വരുമ്പോൾ നമ്മളുടെ ഫിനാൻഷ്യൽ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്താണല്ലോ നമുക്ക് റൂം എടുക്കാനോ അങ്ങനെയൊന്നും പറ്റാത്തതുകൊണ്ട് കാറിലാണ് ഉറങ്ങിയത്. അങ്ങനെയൊക്കെ ഒരുപാട് സഫറിങ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ സഫറിങ്സിന്, എൻ്റെ എഫേർട്ടിന്, എൻ്റെ സത്യസന്ധതയ്ക്ക് നേരായ രീതിയിൽ എനിക്കൊരു റിസൾട്ട് ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ എനിക്ക് സാമ്പത്തികമായി എന്നെ എന്തെങ്കിലും രീതിയിലൊന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഈ വിഷയത്തിൽ വക്കീലിന് കൊടുക്കാനുള്ള കാശും അത്യാവശ്യം എൻ്റെ എക്സ്പെൻസിനുമുള്ളത് തന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നൊക്കെ ഒരുപാട് പേര് എനിക്ക് 300, 500 ആ ലെവലിലൊക്കെ എനിക്ക് ഒരുപാട് പേര് തന്നിട്ടുണ്ട്. നന്ദി. അത് കാണാതെയല്ല. തന്നവർക്കൊക്കെ നന്ദി, തരാനിരിക്കുന്നവർക്കും നന്ദി. എല്ലാവരും സപ്പോർട്ടായി എൻ്റെ ഒപ്പം നിന്നു. മെൻ്റലി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത എൻ്റെ അമ്മ, ശാന്തകുമാരി അമ്മ, അവരായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ബലം. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അവരാണ്. മുൻപോട്ട് തന്നെ പോകൂ, ഒരു കാരണവശാലും പിന്തിരിയരുത്, ഈ ഒരു വിഷയത്തിൽ നമുക്ക് തെളിയിക്കാൻ ഒരുപാടുണ്ട് എന്ന്. 69 ദിവസം പോയിട്ട് 6 മിനിറ്റ് പോലും ഞാൻ ജയിലിൽ കിടന്നിട്ടില്ല. ഞാൻ ജയിലിൽ കിടന്നു എന്നും ഞാൻ പെൺവാണിഭത്തിന് അറസ്റ്റായ സ്ത്രീയാണെന്നും തുടങ്ങി വളരെ വൾഗറായ കാര്യങ്ങളാണ്, വ്യാജ പ്രചരണങ്ങൾ എനിക്കെതിരെ നടത്തിയത്. ഒരു വ്യക്തിയെ അവർ ചെയ്യാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് സമൂഹത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാതെയാണോ ഇല്ലയോ എന്നെനിക്കറിയത്തില്ല. സ്വന്തമായി ചെയ്ത കാര്യങ്ങളൊക്കെ എൻ്റെ തലയിൽ കൊണ്ട് കെട്ടിവെക്കുകയും വളരെ മോശപ്പെട്ട രീതിയിൽ സൊസൈറ്റിയിൽ എന്നെ അവഹേളിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ജാമിദ. അപ്പോൾ ഞാൻ കൊടുത്ത കേസ് അത് കൃത്യമായി ഹാൻഡിൽ ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റ് കിട്ടും. അത് കിട്ടണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇനി നിങ്ങളുടെ പൊതുസമൂഹത്തിലേക്ക് പറയാൻ മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഈ പറയുന്ന സ്ത്രീ നിരന്തരം മറ്റാൾക്കാരെ കൊണ്ട് എന്നെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സൊസൈറ്റിയിൽ ഒരു കാര്യത്തിൽ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. എവിടെ ഇറങ്ങിയാലും അവരുടെ അടുത്ത് പോയി കക്ഷി ചേരും, എന്നിട്ട് അവരെ കൊണ്ട് എന്നെ ആക്രമിക്കുന്നൊരു രീതിയുണ്ട്. അപ്പം നമ്മളെ വായടപ്പിക്കുക മാത്രമല്ല, നമ്മളെ പൂർണ്ണമായും ഈ ഭൂമുഖത്ത് തന്നെ ഇല്ലാതാക്കുക എന്നൊരു ഇൻറ്റൻഷനിൽ നടക്കുന്ന സ്ത്രീയാണ്. അതൊക്കെ ഓരോരുത്തരുടെ മനോഘടന പോലെ നടത്തിക്കൊള്ളട്ടെ, ഒന്നും കാര്യമില്ല. അപ്പോൾ നമ്മൾ വീണ്ടും യുദ്ധത്തിന് ഇറങ്ങുകയാണ്. യുദ്ധവും ആയിട്ട് മുൻപോട്ട് തന്നെയാണ്. ഒരിക്കലും പിൻവാങ്ങുന്ന പരിപാടിയില്ല, പിന്തിരിയുന്ന പരിപാടിയില്ല. അങ്ങനെ തോപ്പിക്കാനാവില്ല എന്നുള്ളതും കൂടെ പറഞ്ഞു വെക്കട്ടെ. ഇതിനൊരു അപ്ഡേഷൻ എല്ലാവർക്കും കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്തിരുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ GPay നമ്പർ ഞാൻ അതിനകത്തോട്ട് പിൻ ചെയ്ത് വെക്കും. സപ്പോർട്ട് ചെയ്യണമെന്നുള്ളവർ ചെയ്താൽ മതി. നിങ്ങൾക്ക് കേസ് ഒന്നിന് ഞങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന അല്ലൂളകളെ നിങ്ങളുടെ അടുത്തല്ല ഞാൻ ചോദിച്ചത്. എനിക്ക് കുറേ ആവേശ കമ്മിറ്റി ഉണ്ടായിരുന്നു, നിങ്ങൾ കേസ് കൊടുക്കൂ ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറഞ്ഞ ആവേശ കമ്മിറ്റിക്കാരുടെ അടുത്താണ് ഞാൻ ആ GPay അവിടെ വെക്കുന്നത്. സപ്പോർട്ട് അവരുടെ അടുത്തുനിന്നുള്ള സപ്പോർട്ട് മതി. അവർ തന്നില്ലെങ്കിലും പരാതിയൊന്നുമില്ല. ഞാൻ എൻ്റെ എക്സ്പെൻസ്, അതായത് ഇപ്പോൾ കൊച്ചിന് ഫീസ് അടയ്ക്കാൻ വെച്ചതോ വണ്ടിയുടെ അടവിന് വെച്ചതോ ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. അത് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഇനി ഇത് ഭിക്ഷയാണെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കമൻ്റ് ഇട്ടാൽ ഞാൻ നടുവിരൽ ഉയർത്തി അങ്ങ് കാണിക്കും അവർക്ക്. ഇത് ഭിക്ഷയായി നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ആ ഭിക്ഷ തന്നെയാണ്. കാരണം എക്സ്പെൻസ് ഈസ് ദെയർ. അത് എന്നെ കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റാത്ത കണക്കുള്ള എക്സ്പെൻസ് ഉണ്ട്, മനസ്സിലായല്ലോ. ട്രാവലും അതേപോലെ നല്ല പരിപാടിയായി ഇത്. കേസിന് പോകുന്ന എല്ലാവരും ഈസി ആയിട്ട് പറയും. ഇപ്പോൾ ഈസി ഗോ അല്ല എന്നുള്ളതും മനസ്സിലാക്കാം. നമ്മൾ വാദിയായാലും പ്രശ്നമാണ്, പ്രതിയായാലും പ്രശ്നമാണ്. അപ്പോൾ സഹകരിച്ചവരും സപ്പോർട്ട് ചെയ്തവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ നമ്മുടെ ഒരു അപ്പാപ്പനുണ്ട്, മലപ്പുറം സ്വദേശി അപ്പാപ്പനെങ്കിൽ വളരെ നന്ദിയുണ്ട്. ഇനിയുമുണ്ട് 2 കഴുതകൾ നമുക്കെതിരെ കേസ് കൊടുത്തിട്ട് നിൽക്കുന്നത്. തൊലിയും തുലയും, തൊലിക്കും തുലയ്ക്കുമുള്ള പേപ്പറും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ ആശയപരമായി തന്നെ ഞാൻ തല്ലും, അക്കൂടെ ഇതുപോലത്തുള്ള ഇൻഡാസുകളും കൂടെ. അപ്പം ഈ വിഷയം പൂർണ്ണമായി ഇനി ഗവൺമെൻറ്റും അവരും തമ്മിലുള്ള ഇഷ്യൂ ആണ്. നമ്മൾ സാക്ഷിയായി മാത്രം മാറിയിരിക്കുകയാണ്. അപ്പോൾ സാക്ഷി ഇതേ പോയി കുത്തി കോമ ഒപ്പിട്ടിട്ട് വന്നിട്ടുണ്ട്. നന്ദി, താങ്ക് യു. അപ്പോൾ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. All is well.